കേരളത്തിൽ നിന്നും നേരെ തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ തെക്കിന്റെ ദേശമായ തെങ്കാശിയിലേക്ക്. അമ്പനാട് സ്റ്റേറ്റിന്റെ താഴ്വാരങ്ങളിൽ കൊണ്ടുകളഞ്ഞ അമ്പനാട് അമ്പുവിനെ കൊണ്ട് നമുക്ക് ഈ കഥ തുടങ്ങാം. കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അമ്പനാട് സ്റ്റേറ്റിന്റെ താഴ്വാരങ്ങളിൽ കൈതക്കാടുകളിൽ കളഞ്ഞ നമ്മുടെ അമ്പനാടമ്മ എവിടെയാണ്? ആ ഒരു ചോദ്യത്തിനും ഈ വീഡിയോ ഉത്തരം തരുന്നുണ്ട്. തെങ്കാശി ഇന്ന് തമിഴ്നാട് TVKയുടെ ഭരണത്തിന് കീഴിലാണ്. കടുത്ത ഒരു വിജയ് ആരാധകൻ കൂടിയാണ് പുളിയറ ബാബു. കേരളത്തിൽ TVKയുടെ മെമ്പർഷിപ്പ് കൂടിയാകുന്നു. ഇതിന്റെ പേരിൽ തമിഴ്നാട്ടിൽ ഒരു ഡാം സെക്യൂരിറ്റി ജോലി അദ്ദേഹം തരപ്പെടുത്തി. ഇപ്പൊ അവിടെ തന്നെയാണ്. ഒരു ജോലിയും ഇല്ലാതെ അദ്ദേഹത്തിന്റെ കൂടെ സുബ്ബനുമുണ്ട്. ഗുണ്ടാപ്പണി അവിടെ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഒരു കലാകാരൻ കൂടിയായ നമ്മുടെ പുളിയറ ബാബു കലയോടുള്ള അഭിനിവേശം ഒട്ടും മറന്നില്ല. അതിന്റെ നിരാശ കൂടി അദ്ദേഹത്തിനുണ്ട്. അതെപ്പോഴും പറയാറുമുണ്ട്. പുളിയറ ബാബു, നമ്മൾ പല സ്ഥലങ്ങളിലും പോയി, എവിടെ എത്തിയിട്ടില്ല. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് വേദികളിൽ കയറി, എങ്ങും എത്താൻ പറ്റിയിട്ടില്ല. ബാബു, നമ്മൾ ഇത്രയും നാളും ഇത്രയും വീഡിയോ ചെയ്തില്ലേ, നമുക്ക് ഉറപ്പായിട്ടും ദൈവം ഒരു കോള് വരുന്നു. ആരാണെന്ന് അറിയാൻ പറ്റും. ഹലോ, അമ്പു 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 ആ അമ്പു അമ്പു, നിന്നെ അമ്പനാട് വെച്ച് കളഞ്ഞല്ലേ? നീയൊക്കെ എന്നെ കളഞ്ഞിട്ട് പോയല്ലോ ഹിമാറുകളെ. നീയൊക്കെ എവിടെ നിൽക്കുന്നു? ആ, ഞങ്ങളുടെ നാട് ഇവിടെ നിൽക്കുന്ന ഈ തമിഴ്നാട് ബോർഡറിൽ നടന്ന് ചെരുപ്പിന്റെ ചെങ്കോട്ടയും പോയി ലങ്കോട്ടയും പോയി. ബാബു, നമ്മൾ അവനെ അമ്പനാട് എസ്റ്റേറ്റ് കളഞ്ഞു. അതെ, ഇല്ല വന്നിട്ട് വീണ്ടും നീ വന്നോ? ഓ, ഞങ്ങളിവിടെ നിൽക്കുക. ഇവിടെ തമിഴ്നാട് ബോർഡറിന്റെ ഇവിടെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഡാമുണ്ട്. ആ, അവിടെ കളഞ്ഞാലോ? അതൊക്കെ പറ. ആ എടേ, പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഏതെങ്കിലും വണ്ടി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഞങ്ങളിവിടെ ഇപ്പൊ ഉണ്ട്. ഓട്ടോ ആ, ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ചോണ്ട് വാ. ആ, ശരി ശരി ശരി, ഓക്കെ. അമ്പനാട് അമ്പുവിന്റെ ശബരി ഇപ്പോഴും തീർന്നിട്ടില്ലടാ. അമ്പനാട് അമ്പു, ക്ഷമിക്ക് അമ്പനാട് അമ്പു. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പൊ അമ്പനാട് അമ്പു നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? പുളിയറ ബാബുവിന്റെ നാട്ടിലാണ്, തമിഴ്നാട്ടിൽ. അമ്പനാടിന്റെ താഴ്വാരങ്ങളിൽ കളഞ്ഞ അമ്പനാടമ്മനെയും കയറ്റി നേരെ യാത്രയാവുന്നത് തമിഴ്നാട്ടിലേക്കാണ് യാത്ര. ഈ ഒരു യാത്രയിൽ സമകാലീനത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അമ്പനാടമ്പോ, ഈ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വന്നപ്പോ കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? നമ്മുടെ അവസ്ഥ എന്നും അന്ധതയിലേക്ക് തന്നെ, ഇരുട്ടിലേക്ക് തന്നെ. ഇരുട്ടിലിന്റെ മറവിലാണ് നമ്മളെല്ലാം. അമ്പനാടമ്പോ, தமிழ்நாட்டில் பாருங்க, நம்ம விஜயண்ண பறிக்கிற இங்க நாடு. நம்ம கரண்ட் உண்டாக்குறது எப்படின்னு தெரியுமா? பெரிய ஃபேன் இருக்கு, அந்த ஃபேன் சுத்தி 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 கரண்ட் ஆகுது. கரண்ட் பவர் கட்டு அண்ணா சீவிடும். മിസ്റ്റർ അമ്പനാടമ്പു, പേടിക്കണ്ട. ഈ പുളിയറ ബാബു വിചാരിക്കാതെ ഈ തമിഴ്നാട്ടിൽ ഒരു കാര്യം നടക്കില്ല. എപ്പടി കേരളത്തിൽ നിന്നും വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും 5 സെന്റ് വസ്തുവും കൊടുക്കുന്നുണ്ട്, പിന്നെ പോരെങ്കിൽ റേഷൻ കാർഡും കൊടുക്കുന്നു. തമിഴ്നാട്ടിൽ என்ன கிடைக்காது, எல்லாமே நிறைய கிடைக்கும். എല്ലാ ഏർപ്പാടും இந்த ബോസ് റെഡി பண்ணி തരും. ഇത്രയും നേരം കണാകുണാ സംസാരിച്ച എന്റെ ബോസിന് ഒരു അലക്കം ഇല്ലടാ. അമ്പനാടമ്പോ, ബഹുമാനമില്ലായ്മ അത് ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു. അമ്പോ, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നറിയോ? തമിഴ്നാട്ടിലെ ഗുണ്ടാ ഡാമിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലേ, അവിടെ നല്ല നല്ല മുതലുകളും ചീങ്കണ്ണികളും കാണും.
രണ്ടിനും ഞാൻ ഫ്രീ ആക്കാൻ കൊടുക്കും. അതുകൊണ്ട് ബഹുമാനമില്ലായ്മ അത് ഞാൻ അവിടെ പറ്റില്ല. തമിഴ്നാട് തെങ്കാശിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഗുണ്ടാ ഡാം എഴുതാം. ഗുണ്ടാ ഡാമിന് പ്രത്യേകത ഒരു സൈഡിൽ നമ്മൾ ഈ വാട്ടർഫാൾ പോലെ ഉണ്ടല്ലോ, ഒരു സൈഡിൽ ഇങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്ന ആ ഒരു വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ആ മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നമ്മൾ ഗുണ്ടാ ഡാമിനെ കാണാൻ കഴിയും. ഗുണ്ടാ ഡാം മാത്രമല്ല അവിടുത്തെ വാട്ടർഫാൾ, പൈഫാൾസ് ഉണ്ട്, കുറ്റാളമുണ്ട്. ചെറിയ കുറ്റാളമുണ്ട്, വലിയ കുറ്റാളമുണ്ട്, പിന്നെ മേക്കൽ ഡാം. ഈ തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ്. ഈ പ്രത്യേകിച്ച് ആ തമിഴ്നാട്ടിലെ ഗ്രാമഭംഗി തന്നെ അത് മനോഹരമായ ഒരു കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയുള്ള സമയത്ത് നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലനിരകൾക്കിടയിൽ കൂടി മഞ്ഞ് ഇങ്ങനെ പെയ്ത് ചെയ്യുന്നത് കാണാൻ നല്ലൊരു സംഭവമാണ്. പിന്നെ സൂര്യകാന്തിപ്പാടം, സുന്ദരപാണ്ഡ്യപുരത്തെ സൂര്യകാന്തിപ്പാടത്തിന്റെ കാഴ്ചകളും കണ്ട് രാവിലെ പോയി വൈകുന്നേരത്തേന് തിരിച്ചു വരാൻ ഇതിലും മനോഹരമായ വേറിടമില്ല. അത്രയും നല്ല നല്ല കാഴ്ചകൾ സമ്മാനിക്കാം നമ്മുടെ തമിഴ്നാട്ടിന്റെ തെങ്കാശി. അമ്പനാട് സ്റ്റേഷന്റെ താഴ്വാരങ്ങൾ ആ കൈക്കാരികൾ കിളന്നിട്ട് പോയല്ലോ. അമ്പനാടൊരു മോഹം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വണ്ടി ഓടിക്കുന്നു. പക്ഷേ ഉള്ളിലുള്ളിൽ കണ്ടു തന്നെ അറിയണം. താക്കോല് നീ ഇതാ, വണ്ടി ഞാൻ ഓടിക്കാം. അതാണ് താക്കോല്. ഇതെല്ലാം ഇതിനപ്പുറവും ചാടി കിടന്നു വന്നാൽ അമ്പനാട് അമ്പു. തള്ളിത്തരാൻ പറ്റുമോ? ബാക്കിൽ കിടന്ന് തള്ളു പാണി ഈ കാര്യത്തിൽ അമ്പനാട്